you very much, Sister Lovely. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ക്രിസ്തീയ സഹോദരിയുടെ എല്ലാ സഹോദരിമാരും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രിസ്തീയ സഹോദരിയുടെ 6ാമത്തെ വാർഷികത്തോടെ അനുബന്ധിച്ചാണല്ലോ നാം ദൈവത്തിന് നന്ദി കരറ്റുവാൻ വേണ്ടി നിറഞ്ഞ ഹൃദയത്തോടെ ഈ മധ്യാഹ്ന സമയത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നു. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും സ്വീകരിക്കുവാൻ യോഗ്യനായ കർത്താവിനെ നന്ദി കരറ്റാം. അവന്റെ നാമം മാത്രം മഹിമപ്പെടുവാറാകട്ടെ. പ്രാരംഭത്തില് ക്രിസ്തീയ സഹോദരിയുടെ ജനനി സിസ്റ്റർ ലവ്ലി ജോർജിനെ അഭിനന്ദിക്കുകയും ഒപ്പം എല്ലാ നന്മകൾ നേരുകയും ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന്റെ ജനനിയും ഭാരവാഹികളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേണ്ട നിർദ്ദേശം നൽകി ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അവരെ ഇടയാക്കട്ടെ. അതിനുവേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കുകയും ക്രിസ്തീയ സഹോദരി ഗ്രൂപ്പിന് ആശംസ നേരുകയും ചെയ്യുന്നു. ഈ ഗ്രൂപ്പില് ഏകദേശം 4 വർഷം മുമ്പാണ് പ്രിയ ടൈനി പ്രിൻസ് എന്നെ പരിചയപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ കാര്യപരിപാടി പ്രകാരം അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം അല്ല മുൻപോട്ട് പോകുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ഇന്ന് ലവ്ലി സിസ്റ്റർ പറഞ്ഞതുപോലെ റെക്കോർഡിംഗ് ചെയ്യുവാനും പോലും അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ക്യാരക്ടർ സ്റ്റഡി ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. പക്ഷെ ഓരോ കാര്യങ്ങളും സമയാസമയം കൃപാലുവായ ദൈവം എന്നെ പഠിപ്പിച്ചു. ഈ ഗ്രൂപ്പിന് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് വലിയ ഒരു പങ്കുണ്ട്. അത് ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ക്രിസ്തീയ സഹോദരിക്ക് നേരുന്നു. ഈ മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ച ക്രിസ്തീയ സഹോദരിയുടെ ഭാരവാഹികളോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, അരുളേണമേ, അടിയൻ ഇതാ കേൾക്കുന്നു എന്ന മനോഭാവത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ച ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. 15-ാമത്തെ അധ്യായത്തിൽ നാം നോക്കിയാൽ അവിടെ കർത്താവായ യേശു ക്രിസ്തു 3 ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. 1-ാമത്തെ ദൃഷ്ടാന്തമാണ് കളഞ്ഞുപോയ ആട്. 2-ാമത്തെ ദൃഷ്ടാന്തം കളഞ്ഞുപോയ ബ്രഹ്മ. 3-ാമത്തെ ദൃഷ്ടാന്തമാണ് മുടിയനായ പുത്രൻ. ചുരുക്കം പറഞ്ഞാൽ ഈ അധ്യായത്തിലെ ഈ 3 അധ്യായങ്ങളും എന്തെങ്കിലും കാര്യം കളഞ്ഞു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. 1-ാമത്തെയും 3-ാമത്തെയും ദൃഷ്ടാന്തത്തില് 100 ആടിൽ 1 ആടാണ് കളഞ്ഞു പോകുന്നത്. 2-ാമത്തെ ദൃഷ്ടാന്തം 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മയാണ് കളഞ്ഞു പോകുന്നത്. 3-ാമത്തെ ദൃഷ്ടാന്തം ഒരു വീട്ടില് 2 മക്കൾ ഉണ്ടായിരുന്നു.
അതിൽ ഒരു മകനാണ് നഷ്ടപ്പെടുന്നത്. കണക്ക് നോക്കിയാൽ, ഇല്ല പെർസെൻറ്റേജ് നോക്കിയാൽ, ശതമാനത്തിൽ നോക്കിയാലേ 1%, 10%, 50%. ഭൗമികമായി നാം ചിന്തിച്ചാൽ നാം തീർച്ചയായിട്ട് 50%-നെ മാർക്ക് കൊടുക്കും. പക്ഷേ കർത്താവ് അങ്ങനല്ല. കർത്താവ് പെർസെൻറ്റേജ് അല്ല നോക്കുന്നത്, നമ്മുടെ മനോഭാവമാണ് കർത്താവ് നോക്കുന്നത്. തെറ്റിപ്പോയിരിക്കുന്ന, കളഞ്ഞുപോയിരിക്കുന്ന അതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, അതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവിടെ കർത്താവ് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. 1ഉം 3ഉം ദൃഷ്ടാന്തങ്ങളിൽ നാം നോക്കിയാല് ജീവനുള്ളതാണ്. അതായത് ആടിന് ജീവനുണ്ട്, പുത്രന് ജീവനുണ്ട്. പക്ഷെ 2ാമത്തെ ദൃഷ്ടാന്തത്തില് ദ്രഹ്മയ്ക്ക് ജീവനില്ല. ജീവനുള്ളത് തന്നെത്താനാണ് നഷ്ടപ്പെടുന്നത്. അതായത് സ്വയിഷ്ടത്താൽ. എനിക്ക് ഇങ്ങനെ മതി, ഇല്ലെങ്കിൽ എനിക്ക് അത് വേണ്ട. അപ്പൊ സ്വയമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസരം, ഇല്ലെങ്കിൽ ദൃഷ്ടാന്തം. അതേ സമയത്ത് 2ാമത്തെ ദൃഷ്ടാന്തം നിർജീവമായിരിക്കുന്ന ഒരു ദ്രഹ്മയാണ്, ഒരു കോയിനാണ്. നിർജീവമായിരിക്കുന്ന ഒരു സാധനം കളഞ്ഞു പോകണമെങ്കിൽ അത് നമ്മുടെ സൂക്ഷ്മതാക്കുറവും കൊണ്ടോ ശ്രദ്ധാക്കുറവും കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് തനിയെ കളഞ്ഞു പോകുകയില്ല. വി ആർ കെയർലെസ്. ഇനി ആദ്യം ഈ ദൃഷ്ടാന്തങ്ങളുടെ പശ്ചാത്തലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ പറയുന്നത്, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. 2ാമത്തെ വാക്യം, പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു, ഇവൻ പാപികളെ കൈക്കൊള്ളുന്നു, അവരോട് കൂടെ ഭക്ഷിക്കുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആക്ഷേപം നമുക്ക് കിട്ടാറില്ലേ? പക്ഷെ കർത്താവിനെ കുരിശും മുൾക്കിരീടം നൽകിയ ലോകം നമുക്ക് നല്ലത് വല്ലം തരുന്നു. കർത്താവിന്റെ മുഖത്ത് മാത്രം നോക്കി കർത്താവിന്റെ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായി നമുക്ക് ജീവിക്കാം. പരീശന്മാർ ശാസ്ത്രിമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ വചനം പറയുന്നു, റോമർ 3-ന്റെ 10ഉം 11, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ഗ്രഹിക്കുന്നവരോ അന്വേഷിക്കുന്നവരോ ഇല്ല. എല്ലാവരും വഴി തെറ്റിയിരിക്കുന്നു, കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നാമും ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു. നീതിമാനായ ദൈവം അനീതിയിൽ കൂടി നടന്ന നമ്മെ, കൊള്ളരുതാത്ത നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഹീനവേഷം എടുത്തത്. വഴി തെറ്റിപ്പോയ നമ്മെ നൽവഴിയിൽ നടത്തുവാനാണ് സ്വർഗം വെടിഞ്ഞത്, ദരിദ്രനായി തീരുന്നത്, മരക്കുരിശേറ്റത്. എന്തിനായിരുന്നു ഈ പങ്കപ്പാട്? എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുക, അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ ഇരുത്തുവാനായിരുന്നു. ഈ കഷ്ടാനുഭവങ്ങൾ, ഈ കയ്പ്, ഈ ഒറ്റപ്പെടലൊക്കെ കർത്താവ് സഹിച്ചത്. ഇന്ന് നാം 2ാമത്തെ ദൃഷ്ടാന്തം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. 2ാമത്തെ ദൃഷ്ടാന്തം ഇവിടെ കളഞ്ഞുപോയ ആടും നഷ്ടപ്പെട്ട മകന്റെ ഇടയ്ക്കുള്ള ഒരു സാൻഡ്വിച്ച് ദൃഷ്ടാന്തമാണ്. 15-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്നത്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. എവിടുന്നാണ് അവർക്ക് ഈ ദ്രഹ്മ ലഭിച്ചത്? ഇസ്രായേൽ കന്യകമാർ അവരുടെ കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞ് അഥവാ വിവാഹത്തിനു വേണ്ടി ശേഖരിക്കുന്ന ദ്രഹ്മകളാണ്. ആ ദ്രഹ്മകള്
ആ കന്യകമാർ കോർത്തു വെച്ച് ഇങ്ങനെ നെറ്റിയിൽ അണിയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവരവരുടെ ആസ്തി അനുസരിച്ചായിരിക്കും ദ്രഹ്മയുടെ എണ്ണം. ചിലർക്ക് കൂടുതൽ ദ്രഹ്മ കാണും, ചിലർക്ക് കുറവായിരിക്കും. ഈ സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. അവൾക്ക് 10 ദ്രഹ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. പ്രിയ സഹോദരിമാർ, തന്റെ മണവാളനെ എതിരേൽക്കുവാൻ വേണ്ടി, ഇല്ലെങ്കിൽ മണവാളനെ കാഴ്ചവെക്കുവാൻ വേണ്ടി സ്ത്രീധനവും സമ്പാദ്യവും നിക്ഷേപവും എന്ത് വേണേലും നമുക്ക് പറയാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കന്യകമാർ അന്ന് ശേഖരിച്ചിരുന്നു. നമ്മുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ? ഒരു ദിവസം നമ്മുടെ മണവാളൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ വരും. ആ മണവാളനെ കാഴ്ചവെക്കുവാൻ, കൊടുക്കുവാൻ നമ്മുടെ പക്കൽ എന്തുണ്ട്? നാം വല്ലതും ശേഖരിച്ചിട്ടുണ്ട്? എത്ര ദ്രഹ്മയാണ് നമ്മുടെ പക്കൽ ഉള്ളത്? നമുക്ക് നമ്മളോട് തന്നെ ആ ചോദ്യം ചോദിക്കാം. ഇനി ഈ ദ്രഹ്മയിൽ നിന്ന് ഒരു ദ്രഹ്മ കളഞ്ഞു പോകുന്നു. ഷീ ലൂസസ് വൺ കോയിൻ. പക്ഷെ ആ ദ്രഹ്മ കളഞ്ഞു പോയപ്പോൾ ഉടൻ അവൾ അത് മനസ്സിലാക്കി. ഒരു ദ്രഹ്മ കാണുന്നില്ലല്ലോ, കളഞ്ഞു പോയല്ലോ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും താലന്തുകളും ദ്രഹ്മകളും ദൈവം തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിനെക്കുറിച്ച് വിചാരമുണ്ടോ? നാം അത് കണ്ടുപിടിക്കാറുണ്ടോ? എന്റെ ദ്രഹ്മ നഷ്ടപ്പെട്ടു എന്ന്. ആ ദ്രഹ്മ കളഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ എന്താണ് ചെയ്തത്? അവൾ വളരെയധികം പരിശ്രമിക്കുന്നു. ആട്ടെ, നമ്മുടെ ദ്രഹ്മ നഷ്ടപ്പെടുമ്പോൾ നാം നഷ്ടപ്പെട്ട ദ്രഹ്മയെ കണ്ടെത്തുവാൻ ശ്രദ്ധയോടുകൂടി കണ്ടുപിടിക്കുവാൻ ശ്രമിക്കാറുണ്ടോ? ഈ സ്ത്രീ 3 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്നാമത്തെ അവൾ ചെയ്തത് വിളക്ക് കത്തിച്ചു. വചനം പറയുന്നത് വിളക്ക് വെളിച്ചം പകർന്നു. ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മുടെ കളഞ്ഞുപോയ, ഇല്ലെങ്കിൽ നഷ്ടമായ താലന്തുകൾ ദൈവവചനത്തിന്റെ ഓജസ്സിൽ വേണം നമുക്ക് കണ്ടുപിടിക്കുവാൻ. ഇരുട്ടിൽ തപ്പിയിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം അവൾ ചെയ്തത് വളരെ സൂക്ഷ്മതയോടുകൂടി അവളുടെ വീട് അവൾ അടിച്ചു വാരുകയാണ്. ഷീസ് ക്ലീനിങ് ദ പ്ലേസ്. അവളുടെ വീടാണ് നമ്മുടെ മനസ്സ്. ആത്മീയാർത്ഥത്തില് മനസ്സ്. നമ്മുടെ മനസ്സില് പലവിധമായ മ്ലേച്ഛതകളുണ്ട്. വാസ്തവത്തിലെ മ്ലേച്ഛതകളുടെ വാസസ്ഥലമാണ് നമ്മുടെ ഹൃദയം. കാരണം അത് ദൈവമല്ലാതെ ആരും കാണുന്നില്ലല്ലോ. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ചമയ്ക്കാം, പക്ഷെ ദൈവം ഇതെല്ലാം കാണുന്നു. വചനം പറയുന്നത് മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. ഈ സ്ത്രീ ചെയ്യുന്നത് അവളുടെ വീട് അടിച്ചു വാരുന്നു, വൃത്തിയാക്കുന്നു. അവിടെ ദ്രഹ്മ എവിടെയാണ് കളഞ്ഞുപോയെ എന്ന് കണ്ടുകിട്ടുവാൻ അവൾ ശ്രമിക്കുകയാണ്. മൂന്നാമത്തേതായിട്ട് അവൾ ചെയ്തത്, ദ്രഹ്മ കണ്ടുകിട്ടിയപ്പോൾ അവൾ സന്തോഷിക്കുന്നു. അവൾ വളരെയധികം സന്തോഷിക്കുന്നു. മാത്രമല്ല, ആ സന്തോഷം അവൾ അവളുടെ അയൽക്കാരത്തിയോട്, അവളുടെ ഫ്രണ്ട്സിനോട് അത് പങ്കുവെക്കുന്നു. കൂടാതെ ആ ദ്രഹ്മ അവൾ എവിടെയാണ് തയ്ച്ചു വെച്ചുവോ അവിടെ തന്നെ അത് വീണ്ടും അവൾ തയ്ച്ചു വെക്കുന്നു. ഷീസ് റിപ്പയറിങ് ഇറ്റ്. പിന്നെ അവൾ ചെയ്യുന്നത്, സ്നേഹിതരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ സന്തോഷം പങ്കുവെക്കുകയും
അവൾ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. പ്രിയ സഹോദരിമാരെ, ഈ ദൃഷ്ടാന്തത്തിന്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ സംഭവം വീട്ടിലാണ് നടന്നത്. വീട്ടിലാണ് ദ്രഹ്മ കളഞ്ഞുപോയത്, അല്ലാതെ വെളിയിലൊന്നും അല്ല. അപ്പൊ വീട്ടിലുള്ളത് ചിലപ്പം ഞാനായിരിക്കാം, എൻ്റെ കൂട്ടാളിയായിരിക്കാം, എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ആയിരിക്കാം, എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് ആയിരിക്കാം. ആരെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ആ വിഷയത്തെ ചൊല്ലി മുട്ടുമടക്കണം. പിന്നെ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. ഞാൻ എവിടെ തെറ്റി, എന്റെ തെറ്റും കൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്ന് നാം നമ്മൾ തന്നെ ശോധന ചെയ്യണം. മൂന്നാമത്തേതായിട്ട്, ആ വ്യക്തിയെ നാം വീണ്ടെടുക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് സാക്ഷ്യം പറയണം. പക്ഷെ നാം നേരെ തിരിച്ചാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ആദ്യം 10 സഹോദരിമാർക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. സ്തോത്രം പോട്ടെ, പക്ഷെ 4 പേർ അറിയണം ഈ സ്ത്രീ അതല്ല ചെയ്തത്. പ്രിയ സഹോദരിമാരെ, ഈ ദൃഷ്ടാന്തം നമുക്ക് നമ്മെ തന്നെ ക്രമീകരിക്കുവാനും വെടിപ്പാക്കുവാനും സഹായിക്കട്ടെ. ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അവിടെ പറഞ്ഞിരിക്കുന്ന ആ രണ്ടാമത്തെ പോയിന്റ്, അവള് വീട് അടിച്ചു വാരുന്നു, അവളെല്ലാം ക്രമപ്പെടുത്തുന്നു. അതിനുവേണ്ടി, ആ കാര്യം മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടി നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കി തരുവാൻ താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ, ക്രിസ്തു എന്ന കൊടക്കീഴിൽ നിൽക്കുന്ന ജനങ്ങൾ, അത് എല്ലാം വിശ്വാസികളാണ്. പക്ഷെ എല്ലാവരും കുടക്കീഴിലാണോ നിൽക്കുന്നത്? ചിലരെ കുടക്കീഴിലാണ്, ചിലരെ ആ അറ്റത്താണ് നിൽക്കുന്നത്. കയ്യാലപ്പുറത്ത് തേങ്ങ വീഴും. അവസര ഉചിതം ചെയ്യാം, എവിടെ വേണേലും വീഴാം. ചിലർക്ക് ക്രിസ്തുവിന്റെ കുടക്കീഴിൽ കയറി വരുവാൻ മനസ്സില്ലാതെ നിൽക്കുന്നു, വഷളന്മാരായി തീർന്നിരിക്കുന്നു. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന്റെ കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് 1 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ഇവിടെ 3 സഹോദരന്മാർ ഒന്നിച്ചു നിൽക്കുന്നു. ക്രിസ്തുവിൽ അവർ ഒന്നാണ്. സഹോദരന്മാർ ഒത്തൊരുമയോടെ കൂടി വസിക്കുന്നത് മനോഹരം, ശുഭവും. പക്ഷേ ഈ സഹോദരന്മാരുടെ ഈഗോ, അവരുടെ ആ കുട അവരെ ഉടച്ചു കളഞ്ഞില്ല. അത് ഉൾപ്പെടെയാണ് അവർ അവിടെ നിൽക്കുന്നത്. തൽഫലമായി എന്താണ് സംഭവിക്കുന്നത്? 3 കുടകള് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു, അകൽച്ചയുണ്ടാകുന്നു, കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. അടുത്തത് റോമാലേഖനം 10-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കണ്ടോ, ദൈവമാണ് നീതിമാൻ. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ കുട ഉയർന്നു നിൽക്കുകയാണ്. പക്ഷെ എന്റെ ആഗ്രഹം, ആ കുട അവിടെ നിൽക്കട്ടെ. എന്റെ കുട മാത്രം എനിക്ക് പ്രോജക്റ്റ് ചെയ്യണം. എനിക്ക് നൽകിയിരിക്കുന്ന ടാലന്റ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അവിടെ പ്രൊജക്റ്റ് ചെയ്യണം. എനിക്ക് ക്രിസ്തു എന്ന കുട കീഴിൽ ഇരിക്കുകയും വേണം. എനിക്ക്
ഇതിൽ നിന്ന് മോചനം ലഭിക്കുവാനോ എന്നെ കൊണ്ട് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. ദൈവത്തിന്റെ നീതിയാലാണ് നാം നീതീകരിക്കപ്പെട്ടത്. പക്ഷേ അത് നാം ഇവിടെ മറന്നു പോകുന്നു. സ്വയമായിട്ട് നീതീകരിക്കുന്നു. ഞാനാണ് മിടുക്കൻ എന്ന ഒരു ഭാവം നമ്മളിൽ ഉയരുന്നു. അടുത്തതായിട്ട് എബ്രായ ലേഖനം 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരുകളെ ദയിപ്പാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. താങ്ക് യു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ പടത്തിൽ നാം കാണുന്നത്, ക്രിസ്തു എന്ന കുടക്കീഴില് എല്ലാ ദൈവമക്കൾ അവിടെ നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ കൂടി, ഇല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ കൂടി നടക്കുവാൻ സാധിക്കുന്നില്ല. അവരുടെ പഴയ മനുഷ്യനെ കീറിക്കളഞ്ഞിട്ടില്ല. അവരുടെ സ്വഭാവം ഇന്നും അവരിൽ ശേഷിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തു എന്ന കൊടക്കീഴിൽ നാം ആയിരിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 2:2-3. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കാത്തത്. എന്നേക്കാൾ എനിക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്ന് എണ്ണുവാൻ സാധിക്കുന്നില്ല. പക്ഷെ വചനം പറയുന്നു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ ഞാൻ എൻ്റെ അയൽക്കാരനെ, ഇല്ല കൂട്ടു സഹോദരനെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഈ ആലോചനകളാണ് നമ്മോട് സംസാരിക്കുന്നു. നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഊനമുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കത് നീക്കം ചെയ്യുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ, സഹായിക്കട്ടെ. ഗലാത്യ ലേഖനം 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. കണ്ടോ, എന്നിൽ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ് വെളിപ്പെടേണ്ടത്. ഇവിടെ എല്ലാവരും ശുഭ്രവസ്ത്രധാരി ആയതുകൊണ്ട് നാം എല്ലാവരും ശുഭ്രവസ്ത്രം ധരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ശുഭ്രതയാണ് അവിടെ കാണിക്കുന്നത്. ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകണം. ആ റിഫ്ലക്ഷൻ മറ്റുള്ളവർ നമ്മിൽ കാണണം. മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഈ പടം ശ്രദ്ധിച്ചോ? എന്ത് പറഞ്ഞാലും ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് ടു മീ. ഐ വിൽ ബി ദ സെയിം. ഹൂ ആർ യു ടു ചേഞ്ച് മീ? ചിലപ്പം ഈ ചോദ്യം ദൈവത്തോടും നമ്മൾ ചോദിക്കും. കാരണം ആ സമയത്ത് നമ്മെ ഭരിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്. ലോകം നമ്മെ മാടി വിളിക്കുമ്പോൾ മണ്ണ് പ്രതി മാണിക്യം വെടിയണോ പ്രിയമുള്ളവരെ? ലോകത്തെ ഫോളോ ചെയ്യുവാനുള്ള ടെൻഡൻസി നമ്മളിൽ ഉണ്ടാകുവാൻ പാടില്ല. വെള്ളത്തിൽ കൂടി പോയാലും, വള്ളത്തിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങിപ്പോകും. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതെല്ലാം നാം ഫേസ് ചെയ്തേ മതിയാവും. പക്ഷെ ദൈവത്തിന്റെ ഫെൻസ് നമ്മളെ കാക്കും. അടുത്തത് റോമാലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്
മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. യാക്കോബ് 4:4. വ്യഭിചാരിണികളായുള്ളോരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഞാൻ പറഞ്ഞതല്ല, അവിടെ ഒരു പദം സംബോധനം ചെയ്തിട്ടുണ്ട്. നാം ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് നാം പെടുന്നത്? അത് ആ വാക്യം തന്നെ സൂചിപ്പിക്കുന്നു. ലോകത്തെ സ്നേഹിച്ചൂടാ. ലോകത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നാം ദൈവത്തോടെ ശത്രുത പുലർത്തുന്നു. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. പക്ഷെ ദൈവഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. 1 തെസ്സലോനിക്കർ 4:3. ഇവിടെ നാം കാണുന്നത് ഈ വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഓക്കെ, താങ്ക് യു. ഇവിടെ നാം കാണുന്നത് ഈ വ്യക്തിക്ക് അനുതാപമുണ്ട്. അനുതാപത്തോടു കൂടി, അയ്യോ ഞാൻ തെറ്റിപ്പോയി, ചെയ്യുവാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു, ദൈവ ഇഷ്ടം, ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് ഞാൻ മാറിപ്പോയല്ലോ എന്ന് ആ വ്യക്തിക്ക് ഒരു റിപ്പൻറ്റൻസ് ഉണ്ടാകുന്നു. ആൻഡ് ഹീസ് കമ്മിങ് ബാക്ക് ടു ദ ലോർഡ്. നെക്സ്റ്റ്, 1 Corinthians 1:10. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഭിന്നത കാണും, കാരണം നാം മനുഷ്യരാണ്. പക്ഷെ പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഭിന്നത നമുക്ക് വെടിയണം, ക്രിസ്തുവിൽ നമുക്ക് ഒന്നാകണം. കഴിഞ്ഞ വർഷം സഹോദരി ഇറക്കിയ പാട്ടുണ്ടല്ലോ, ഭിന്നത വെടിയം ഒന്നാകാം. നാം ക്രിസ്തുവിന്റെ കൂട്ടാളിയെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹച്ചരടും കൊണ്ട് ക്രിസ്തു നമ്മളെ ഓരോരുത്തരെ ബന്ധിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൽ നമുക്ക് മറ്റുള്ളവരെ കാണുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 1 Thessalonians 5:15-18. ഇവിടെ ഈ കൊട സൂചിപ്പിക്കുന്നത്, ഇതിനു മുമ്പ് നാം കണ്ട ആ ക്വസ്റ്റ്യൻ മാർക്കുള്ള കുട നമ്മൾ സൂചിപ്പിക്കുന്നത് വേർ ആർ വി, നാം എവിടെയാണ് നിൽക്കുന്നത്, ഏത് കുടയുടെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്ത് ഞാൻ എനിക്ക് തന്നെ മാർക്കിട്ട് ഞാൻ എന്നെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവാത്മാവ് പ്രബോധിപ്പിക്കുന്നു. അടുത്തത് 1 തെസ്സലോനിക്കർ 5-ാം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും 1 തെസ്സലോനിക്കർ 4:3, റോമർ 13:14. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ മോഹം, ജഡത്തിന്റെ ചിന്തകൾ, അത് ദൈവത്തോടെ ശത്രുത്വമാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ. ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാകിയ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇനി നാം ഇപ്പം കണ്ട ഈ ദൃഷ്ടാന്തത്തിന്റെ കൺക്ലൂഷനിലേക്ക് പോകാം. ആദ്യം നാം ചെയ്യേണ്ടത് വിളക്ക് കത്തിക്കുക. എന്തിനാണ് വിളക്ക് കത്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവം വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അടിച്ചു വാരുക, ക്ലീൻ ദ പ്ലേസ്. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ നിന്ന് പോരായ്മകൾ നീക്കുവാൻ ദൈവം അടുത്തു വരുമ്പോൾ, ശ്രമിക്കുമ്പോൾ നാം അവിടെ വിശുദ്ധരായിരിക്കണം. കാരണം ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പോകുവാൻ സാധിക്കില്ല. മൂന്നാമത്തേതാണ് സന്തോഷം പങ്കുവെക്കുക, അതായത് സാക്ഷ്യം പറയുക. ആ സ്ത്രീ ദ്രഹ്മ കിട്ടിയപ്പോൾ സാക്ഷ്യം പറഞ്ഞു.
ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ നാം മറന്നു പോകരുത്. നാലാമത്തേതായിട്ട് അവള് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഷീ ഈസ് ഗ്ലോറിഫൈങ് ദ ഗോഡ്. മഹത്വം കൈക്കൊള്ളുവാൻ യോഗ്യനായ ദൈവത്തിന് അവൾ മഹത്വം എല്ലാം അർപ്പിക്കുന്നു. ഹി ഈസ് worthy to be praised. ദൈവം മാത്രം വിശുദ്ധൻ, എല്ലാ സ്തുതിക്കും യോഗ്യൻ. ഇന്ന് ഈ കേട്ട ചെറിയ ആലോചന നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയവ ചെയ്യുവാൻ, ഒരു വ്യതിയാനം വരുത്തുവാൻ, നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ക്രിസ്തീയ സഹോദരിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്.